بسم الله الرحمن الرحيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. നിങ്ങളിലുള്ള അവിവാഹിതരെയും നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുക. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുന്നതാണ്. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞനുമത്രേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. സ്നേഹാദരണീയരായ UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൻ്റെ ഭാരവാഹികളെ, ഈ പരിപാടി ശ്രവിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിൽ കഴിഞ്ഞ 2-3 മാസക്കാലം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്ത് ഒരു വേള കേരളത്തിലെ ഇസ്ലാമും കേരളത്തിലെ മുസ്ലിം സമുദായവുമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും അപരിഷ്കൃതമായ ഒരു ജനവിഭാഗവും ഒരു ആദർശവും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് തങ്ങളുടെ ചർച്ചകളെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ച, ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വിഷയം വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിവാഹപ്രായവും ലൈംഗികാവകാശങ്ങളും എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഒരു മതസംഘടന ചർച്ച ചെയ്യുമ്പോൾ, ലൈംഗികതയെ സംബന്ധിച്ച മതങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ലൈംഗികത? എന്താണ് ലൈംഗിക വികാരം? എന്താണ് ലൈംഗിക വികാരങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിലുള്ള സ്ഥാനം? അവയോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? ഇവയെല്ലാം യഥാർത്ഥത്തിൽ വളരെ അടിസ്ഥാനപരവും മൗലികവുമായ പ്രശ്നങ്ങളാണ്. പലപ്പോഴും നമ്മളേറെ പുരോഗമിച്ചു എന്നും പരിഷ്കൃതമായി എന്നുമെല്ലാം പറയുമ്പോഴും ലൈംഗികതയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പച്ചയായി ചർച്ച ചെയ്യുവാനുള്ള ധൈര്യം ഇനിയും കേരളീയ സമൂഹം പോലും ആർജിച്ചിട്ടില്ല എന്നതാണ് സത്യം. നിർഭാഗ്യവശാൽ വളരെ കപടമായ, തീരെ ആത്മാർത്ഥതയില്ലാത്ത, എവിടെയും തൊടാത്ത കുറെ വർത്തമാനങ്ങളിലൂടെ ലൈംഗികമായ പ്രശ്നങ്ങളുടെ മർമ്മത്തെ എടുത്തു ചാടാനാണ് പലപ്പോഴും കേരളത്തിലെ പ്രഗത്ഭരായ ബുദ്ധിജീവികളടക്കം പരിശ്രമിക്കാറുള്ളത്. നമുക്കെല്ലാം അറിയാം, ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹു നമുക്ക് കണ്ണും കാതും കയ്യുമെല്ലാം നൽകിയതുപോലെ, നമുക്ക് ഹൃദയവും കരളുമെല്ലാം നൽകിയതുപോലെ, നമുക്ക് സ്നേഹവും കാരുണ്യവുമെല്ലാം നൽകിയതുപോലെ, നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി, നമ്മോടുള്ള അനുകമ്പയുടെ ഭാഗമായി നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അത്യത്ഭുതകരമായൊരു പ്രതിഭാസമാണ് ലൈംഗികത. നമ്മുടെ ശരീരത്തിൽ ലൈംഗിക സജീവതയുണ്ടാകാൻ വേണ്ടി ആണിൻ്റെ ശരീരത്തിലും പെണ്ണിൻ്റെ ശരീരത്തിലും പ്രത്യേകം അവയവങ്ങളും
ആ അവയവങ്ങളെ പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ ഹോർമോണുകളും മനുഷ്യന്റെ ലൈംഗിക ത്വരയെ ഉണർത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവന്റെ പഞ്ചേന്ദ്രിയങ്ങളിലുമെല്ലാം പടച്ച തമ്പുരാൻ വളരെ കൃത്യമായി സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. അള്ളാഹു നമുക്ക് കണ്ണ് തന്നത് ഉപയോഗിക്കാനാണെങ്കിൽ, അള്ളാഹു നമുക്ക് കയ്യും കാലുമെല്ലാം നൽകിയത് ഉപയോഗിക്കാനാണെങ്കിൽ, അവ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ, അവ ഉപയോഗിക്കുന്നത് തിന്മയല്ലെങ്കിൽ, അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള മഹത്തായ ലൈംഗിക വികാരങ്ങളെ ഉപയോഗിക്കുന്നതും തിന്മയല്ല എന്ന പാഠമാണ് അടിസ്ഥാനപരമായി ഇസ്ലാം ലോകത്തിനു മുന്നിൽ സമർപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മതങ്ങളെ പരിചയമുള്ളവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വർത്തമാനമാണ്. ലൈംഗികതയെ ഒരു പാപമായി തിന്മയായി മനസ്സിലാക്കുന്ന മതങ്ങളുണ്ട്. പുരോഹിത മതങ്ങളെല്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഭാരതീയ സമൂഹത്തിൽ സഹസ്രാബ്ദങ്ങളായി ബ്രഹ്മചര്യം സ്ഥാപനവൽക്കരിക്കപ്പെട്ട രീതിയിൽ നിലനിൽക്കുന്നു. ഋഷിമാരും മഹർഷിമാരുമെല്ലാം തങ്ങളുടെ ലൈംഗിക വികാരങ്ങളെ അടിച്ചമർത്തി വനാന്തരങ്ങളിൽ പോയി തപസ്സനുഷ്ഠിച്ചുകൊണ്ടാണ് മോക്ഷം പ്രാപിക്കേണ്ടത് എന്ന ധാരണ നമ്മുടെ സമൂഹത്തിലേക്ക് പകരാൻ ശ്രമിച്ചവരാണ്. ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം കന്യാസ്ത്രീകളും ക്രിസ്തുമത പുരോഹിതന്മാരുമെല്ലാം തങ്ങളുടെ ലൈംഗിക വികാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ബ്രഹ്മചര്യത്തിലൂടെയാണ് മോക്ഷം നേടേണ്ടത് എന്ന് ശക്തമായി ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്നാൽ ഇസ്ലാം ഈ പരമ്പരാഗത പുരോഹിത മതങ്ങളോട് മുഴുവൻ കലഹിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു മനുഷ്യന് നൽകിയ വളരെ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അവന്റെ ലൈംഗിക വികാരം. ആ ലൈംഗിക വികാരം ഒരു തിന്മയാകുന്ന പ്രശ്നമേ ഇല്ല. ആ ലൈംഗിക വികാരം സഫലമാക്കാൻ വേണ്ടി മനുഷ്യൻ അധ്വാനിക്കുന്നത് തിന്മയാണെന്നോ അധാർമികമാണെന്നോ പറയുന്നതിന് യാതൊരു ന്യായവുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയും കടന്നുപോയാൽ ലൈംഗിക ജീവിതം തിന്മയല്ല എന്ന് മാത്രമല്ല അതൊരു നന്മയാണ് എന്നുകൂടി വളരെ കൃത്യമായി അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ലൈംഗിക ബന്ധം എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം. ലോകത്തേക്ക് പ്രവാചകന്മാർ കടന്നുവന്ന എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ വഹിയുമായി ലോകത്തേക്ക് കടന്നുവന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരൊക്കെയും വിവാഹം ചെയ്തവരായിരുന്നു എന്നും അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്നും അവരാരും മോക്ഷത്തിനു വേണ്ടി ലൈംഗിക ജീവിതത്തെ ത്യജിച്ചിട്ടില്ല എന്നും വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ മതം പൂർത്തിയാകാൻ ലൈംഗിക ജീവിതം ആവശ്യമാണ് എന്നും ആ ലൈംഗിക ജീവിതം വഴി അയാൾക്കൊരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുമെന്നും ലൈംഗിക ജീവിതത്തിന് പ്രാപ്തരായവരെല്ലാം ലൈംഗിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കണമെന്നുമെല്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ നമുക്കറിയാം. ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യൻ, ലോകത്ത് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പാഠങ്ങൾ ബാക്കി വെച്ച മനുഷ്യൻ. അദ്ദേഹം പക്ഷേ തന്റെ ലൈംഗിക ജീവിതത്തെ തിരസ്കരിച്ചുകൊണ്ടോ ത്യജിച്ചുകൊണ്ടോ അല്ല ആ സുന്ദരമായ ആത്മീയ ജീവിതം കെട്ടിപ്പടുത്തത്. 9 ഭാര്യമാരോടൊത്ത് വളരെ സജീവമായ ലൈംഗിക ജീവിതം നയിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച് കടന്നുപോയ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സജീവമായ ലൈംഗിക ജീവിതം പ്രവാചകന്റെ വിശുദ്ധിക്ക് എന്തെങ്കിലും പോറലേൽപ്പിച്ചു എന്നോ പ്രവാചകന്റെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കളങ്കം വരുത്തി എന്നോ അല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈംഗിക ജീവിതം അദ്ദേഹത്തിന്റെ വിശുദ്ധിക്കും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനും അദ്ദേഹത്തിന്റെ ആത്മീയമായ ഔന്നത്യത്തിനും മാറ്റു വർദ്ധിപ്പിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായൊരു വീക്ഷണമാണ്. ലോകം പക്ഷേ ഈ വീക്ഷണത്തിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗത പുരോഹിത മതങ്ങളൊക്കെയും ലൈംഗികതയുടെ എതിർപക്ഷത്താണ് നിലയുറപ്പിച്ചത്. എന്നാൽ നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിൽ ആ പുരോഹിത മതങ്ങളുടെ ധാരണകൾ മുഴുവൻ ചോദ്യം ചെയ്യപ്പെട്ടു. ആ ധാരണകൾ ശക്തമായി പ്രശ്നവൽക്കരിക്കപ്പെട്ടു. ബുദ്ധിജീവികളുടെ അതിശക്തമായ രചനകൾ ഉണ്ടായി. ലൈംഗികത പാപമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ട്, ലൈംഗികത മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് എന്ന് ദ്യോതിപ്പിച്ചുകൊണ്ട് ലൈംഗികതയിൽ നിന്ന് മനുഷ്യനെ വിലക്കുന്ന പുരോഹിത മതങ്ങൾ മാനവികതയുടെ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പഠനങ്ങൾ ബുദ്ധിജീവികളുടെ വകയായി ഉണ്ടായ നൂറ്റാണ്ടാണ് 20-ാം നൂറ്റാണ്ട്. അത് വിശദമായി വിശദീകരിക്കേണ്ടതില്ല.
ഒരു വശത്ത് യൂറോപ്പിലുണ്ടായ വ്യവസായ വിപ്ലവത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ, ഫ്രാൻസിലുണ്ടായ ധൈഷണിക മുന്നേറ്റത്തിൻ്റെ എല്ലാം ഫലമായി പുറത്തു വന്ന പുസ്തകങ്ങൾ, ലിബറൽ ജനാധിപത്യത്തിൻ്റെ കൊട്ടിഘോഷങ്ങളുമായി ലോകത്തേക്ക് കടന്നു വന്ന രചനകൾ. ആ രചനകളെല്ലാം മനുഷ്യന്റെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് അവന്റെ അടിസ്ഥാനപരമായ ഒരു അവകാശമാണ് എന്ന് ഊന്നി പറഞ്ഞു. അതിനുശേഷം കടന്നു വന്ന കാൾ മാർക്സും അനുയായികളും ലൈംഗിക അവകാശങ്ങൾക്ക് വേണ്ടി, മനുഷ്യന് ലൈംഗിക ജീവിതം ആസ്വദിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായി സംസാരിച്ചു. പിന്നീട് കടന്നു വന്ന ഹ്യൂമനിസ്റ്റുകളും ഹിപ്പികളുമെല്ലാം യഥാർത്ഥത്തിൽ ലൈംഗികത തിന്മയല്ല എന്നാണ്, ലൈംഗികത മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു അവകാശമാണ് എന്നാണ് ലോകത്തോട് ഉറക്കെ പറയാൻ ശ്രമിച്ചത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ലൈംഗികാവകാശം ഒരു അടിസ്ഥാനപരമായ മനുഷ്യാവകാശമാണ് എന്ന് തിരിച്ചറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു ലോകമാണ്. പരമ്പരാഗത പുരോഹിത മതങ്ങളുടെ തടവറയിൽ നിന്ന് പുറത്തു ചാടി ലൈംഗിക ജീവിതം ആസ്വദിക്കുവാനുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശത്തിനു വേണ്ടി എല്ലാവരും ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. 2008 മെയ് മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ പ്ലാൻഡ് പാരന്റ്ഹുഡ് ഫെഡറേഷൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന ലോകത്തെ 189ഓളം രാഷ്ട്രങ്ങളിൽ ലൈംഗിക രക്ഷാകർതൃ വിഷയങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന. ആ അന്താരാഷ്ട്ര സംഘടന വളരെ ശ്രദ്ധേയമായൊരു പ്രഖ്യാപനം പുറത്തിറക്കി. സെക്ഷൽ റൈറ്റ്സ് ആൻഡ് IPPF ഡിക്ലറേഷൻ. ലൈംഗികാവകാശങ്ങൾ ഒരു IPPF പ്രഖ്യാപനം എന്ന പേരിൽ പുറത്തിറക്കിയ രേഖ. ആ രേഖ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ ഒന്നാണ് ലൈംഗിക ജീവിതം ആസ്വദിക്കുവാനുള്ള അവകാശം എന്ന് ആ രേഖ ലോകത്തിലെ മുഴുവൻ രാഷ്ട്ര നേതാക്കളോടുമായി ഉറക്കെ പറയുന്നു. ആ രേഖയിൽ വിശദീകരിക്കുന്നത് ഓരോ പ്രായത്തിലും മനുഷ്യന് ആവശ്യമായ ലൈംഗിക ആഗ്രഹങ്ങളുടെ സഫലീകരണം, അത് നടക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം നിഷേധിക്കപ്പെടുന്നത് അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങളുടെ ലംഘനത്തിനാണ് വഴിവെക്കുക. അത്തരമൊരു സാഹചര്യത്തിന്റെ നിഷേധം ഒരു മനുഷ്യന്റെ വ്യക്തിത്വ വികാസത്തിനുള്ള സാഹചര്യമാണ് ഇല്ലാതാക്കുക. മനസ്സിനകത്ത് ലൈംഗിക ദാഹമുണ്ടാവുകയും ശരീരം അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്തിട്ടും ആ ലൈംഗിക ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള സാഹചര്യം ഒരാൾക്ക് ഒരുങ്ങിക്കിട്ടാഞ്ഞാൽ അയാളുടെ വ്യക്തിത്വത്തെ തന്നെ സാരമായി അത് ബാധിക്കുമെന്നും അത് അയാളുടെ ജീവിതത്തിൽ അസംതൃപ്തി നിറക്കുമെന്നും ആ അസംതൃപ്തി കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും അയാളുടെ തൊഴിലിടങ്ങളിലേക്കുമെല്ലാം പടരുമെന്നും അതിന്റെ കെടുതികൾ സമൂഹം മുഴുവൻ അനുഭവിക്കുമെന്നും വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഈ IPPF പ്രഖ്യാപനം. ഞാൻ സൂചിപ്പിക്കുന്നത് ലൈംഗികത തിന്മയാണ് എന്നോ അതൊരു മോശം ഏർപ്പാടാണ് എന്നോ അതിൽ നിന്ന് ആളുകൾ മാറി നിൽക്കേണ്ടതാണ് എന്നോ ലൈംഗിക ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അപകർഷതയുണ്ടാക്കേണ്ട കാര്യമാണ് എന്നോ വിശ്വസിക്കുന്ന ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. 960കൾക്ക് ശേഷം നമ്മൾ ജീവിക്കുന്നത് ലൈംഗിക വിപ്ലവം കഴിഞ്ഞ ലോകത്താണ്. നമുക്കെല്ലാം അറിയാം 1960കളിൽ യൂറോപ്പിലെ സർവകലാശാലകളിൽ ഉണ്ടായ ധൈഷണിക മുന്നേറ്റം. ആ ധൈഷണിക മുന്നേറ്റമാണ് ലൈംഗിക വിപ്ലവം എന്നറിയപ്പെടുന്നത്, സെക്ഷൽ റവല്യൂഷൻ. ആ സെക്ഷൽ റവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം പരമാവധി രതി എന്നായിരുന്നു. ഓരോ പ്രായത്തിലും പരമാവധി രതി ആസ്വദിക്കുവാനുള്ള സാഹചര്യം, പരമാവധി ലൈംഗികത ആസ്വദിക്കുവാനും അനുഭവിക്കുവാനുമുള്ള അവകാശം, അത് ഓരോ പൗരനും ഉണ്ടാകണമെന്നാണ് യഥാർത്ഥത്തിൽ വേറൊരു ഭാഷയിൽ അന്നത്തെ ലൈംഗിക വിപ്ലവത്തിന്റെ വക്താക്കൾ ലോകത്തിന് മുന്നിൽ വളരെ കൃത്യമായി പറയാൻ പരിശ്രമിച്ചത്. അതിനുശേഷമാണ് യൂറോപ്പിൽ യഥാർത്ഥത്തിൽ ഇറോട്ടോഫൈലുകളും ഇറോട്ടോഫോബുകളും ഉണ്ടായത്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്ക് വളരെ സുപരിചിതമായ 2 പ്രയോഗങ്ങളാണിത്. 1960കളിൽ യൂറോപ്പിലുണ്ടായ ലൈംഗിക വിപ്ലവത്തിന്റെ അനന്തര ഫലമായി യൂറോപ്പിൽ വളർന്നു വന്ന പുതിയ തലമുറ, അവരാണ് ഇറോട്ടോഫൈലുകൾ എന്ന് വിളിക്കപ്പെട്ടത്. ലൈംഗിക ദാഹികൾ, ലൈംഗിക ആസ്വാദകർ, ലൈംഗിക ജീവിതത്തിനു വേണ്ടി നിരന്തരമായി കൊതിച്ചുകൊണ്ടിരുന്നവർ, അതിന് തടസ്സങ്ങളോ നിയന്ത്രണങ്ങളോ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചവർ, അവർ ഇറോട്ടോഫൈലുകൾ എന്ന് വിളിക്കപ്പെട്ടു. അതേസമയം അതിനെ എതിർത്തവർ, ആ എതിർത്തയാളുകൾ ഇറോട്ടോഫോബുകൾ എന്ന് വിളിക്കപ്പെട്ടു. ഇറോട്ടോഫോബുകൾ അഥവാ ലൈംഗിക ഭീതിക്ക് അടിമപ്പെട്ടവർ. ഇതിൽ ഇറോട്ടോഫൈലുകൾ പുരോഗമന പക്ഷത്തും ഇറോട്ടോഫോബുകൾ യാഥാസ്ഥിതിക പിന്തിരിപ്പൻ പക്ഷത്തുമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന ധാരണയിലാണ് പിന്നീട് ലോകം മുന്നോട്ട് കുതിക്കുന്നത്. ഞാനിത് ആമുഖമായി പറഞ്ഞത് ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായൊരു വികാരമാണ് എന്നും ആ വികാരം സഫലമാകുക എന്നത് അടിസ്ഥാനപരമായൊരു മനുഷ്യാവകാശമാണ് എന്നും മനസ്സും ശരീരവും ലൈംഗികതയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും
അതിനുള്ള അവകാശവും സാഹചര്യവും ഉണ്ടാകണമെന്നും അംഗീകരിക്കപ്പെട്ട ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും അതിന് വിരുദ്ധമായ പരമ്പരാഗത പുരോഹിത മതങ്ങളുടെ ധാരണകൾ മുഴുവൻ കുഴിച്ചുമൂടപ്പെട്ട ഒരു ലോകക്രമത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ കേരളത്തിലുണ്ടായ ഇപ്പോഴത്തെ വിവാദത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ പരിഗണിക്കേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോഴുണ്ടായ വിവാദം? നമുക്കെല്ലാം ഇന്ത്യയിൽ ഒരു നിയമം നിലവിലുണ്ട്. 18 വയസ്സ് പ്രായമാകാത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് കുറ്റകരമാണ് എന്ന നിയമം. ആ നിയമം ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ടതിന് പ്രത്യേകമായൊരു പശ്ചാത്തലമുണ്ട്. അത് പിന്നീട് വിശദീകരിക്കാം. എന്നാൽ ആ നിയമം ഇന്ത്യയിൽ നിലനിൽക്കെ 18 വയസ്സിന് മുമ്പ് ലൈംഗിക ജീവിതം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന, ലൈംഗിക ജീവിതത്തിന് ആവശ്യമായ വിധത്തിൽ ശരീരത്തിനും മനസ്സിനും പക്വത കൈവന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ലൈംഗിക ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവളുടെ രക്ഷിതാക്കൾക്ക് അതിന് അനുവാദം നൽകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അവൾക്ക് ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവകാശവും അർഹതയുമുണ്ടോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായി കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, ആ മുസ്ലിം സംഘടനകൾക്ക് പതിച്ചു നൽകപ്പെട്ട ലേബലുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യാഥാസ്ഥിതികം എന്ന ലേബൽ, അപരിഷ്കൃതം എന്ന ലേബൽ, പിന്തിരിപ്പൻ മതമൗലികവാദി സംഘടനകൾ എന്ന ലേബൽ. ഈ ലേബലുകളെല്ലാം ചാർത്തപ്പെട്ട മുസ്ലിം സംഘടനകൾ ഒരു വശത്ത് നിന്നുകൊണ്ട് പറയുന്നു, 18 വയസ്സ് കണിശമായി തികഞ്ഞിട്ടില്ല എന്നതിൻ്റെ പേരിൽ ശരീരവും മനസ്സും ലൈംഗിക ജീവിതത്തിന് ഒരുങ്ങിക്കഴിഞ്ഞൊരു പെൺകുട്ടി, ശരീരവും മനസ്സും ലൈംഗിക ജീവിതം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, ശരീരവും മനസ്സും ലൈംഗിക ജീവിതത്തിന് പാകമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയുന്ന ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി ലൈംഗിക ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾക്കതിന് അവകാശമുണ്ടാകണമെന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പറഞ്ഞു. ഈ തീരുമാനത്തെ ഒറ്റക്കെട്ടായി പിന്തുണക്കേണ്ടിയിരുന്നത്, ഈ തീരുമാനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടിയിരുന്നത്, ആ അഭിപ്രായ പ്രകടനത്തെ യഥാർത്ഥത്തിൽ പിന്തുണക്കേണ്ടിയിരുന്നത് കേരളത്തിലെ മതേതര പുരോഗമന ചേരിയിൽപ്പെട്ട ആളുകളാണ്. ഇവിടെയുള്ള ലിബറൽ ബുദ്ധിജീവികളാണ്. യൂറോപ്പിലെ നവോത്ഥാനത്തിന്റെ പിന്തുടർച്ചയെ അവകാശപ്പെടുന്നവരാണ്. ലൈംഗിക വിപ്ലവത്തിന്റെ വലിയ വലിയ ഗീതങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ പാടിയവരാണ്. എന്നാൽ അത്ഭുതകരമായ രീതിയിൽ, അതിവിചിത്രമായ രീതിയിൽ ഈ ആളുകളെല്ലാം കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ അഭിപ്രായത്തെ വിമർശിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണേണ്ടി വന്നത്. അവരെല്ലാവരും 18 വയസ്സ് കണിശമായി തികഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ലൈംഗികമായ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന വീക്ഷണത്തിൽ എത്തിച്ചേർന്നു. എവിടെ വെച്ചാണ് പരമ്പരാഗത പുരോഹിത മതങ്ങളുടെ യാഥാസ്ഥിതികമായ ലൈംഗിക ധാരണകൾ, വളരെ പ്രതിലോമപരമായ ലൈംഗിക ധാരണകൾ, ലൈംഗികത തിന്മയാണ്, പാപമാണ് എന്ന വീക്ഷണം നമ്മുടെ പുരോഗമന സംഘടനകൾ ഏറ്റെടുത്തത് എന്ന ചോദ്യം ചോദിക്കുവാൻ നമുക്ക് കഴിയണം. എന്നു മുതലാണ് ഏതെങ്കിലും മനുഷ്യന്റെ ലൈംഗികാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അപരിഷ്കൃതവും പ്രാകൃതവുമായി തീർന്നത് എന്ന് ചോദിക്കുവാനുള്ള ആർജവം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നത്തിന്റെ മർമ്മം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ പുരോഗമനവാദികൾ ഈ വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ അഭിപ്രായ പ്രകടനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ വ്യക്തികളും പ്രസ്ഥാനങ്ങളുമെല്ലാം, ആ വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം അവർ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന്. ഇവിടെ ഈ വ്യക്തികളുടെ, ഈ പ്രസ്ഥാനങ്ങളുടെ അവർ സംഘടിപ്പിച്ച പല സെമിനാറുകളും സിമ്പോസിയങ്ങളും, അതിന് നേരിൽ സാക്ഷിയാകാൻ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ. ആ സാക്ഷിയാകാൻ അവസരമുണ്ടായ ആൾ എന്ന നിലക്ക് അവരുടെ എല്ലാം പ്രഭാഷണങ്ങളിൽ കടന്നു വന്നൊരു വിഷയമുണ്ട്. അവർ പറഞ്ഞത്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി, 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടി, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി, അവൾ കയ്യിൽ പേനയെടുക്കേണ്ട പ്രായമാണ്, പെൻസിൽ എടുക്കേണ്ട പ്രായമാണ്, നോട്ട് പുസ്തകം എടുക്കേണ്ട പ്രായമാണ് എന്ന് പറഞ്ഞ അതേ ശ്വാസത്തിൽ അവർ പറഞ്ഞത് അവർ പ്രണയിക്കേണ്ട പ്രായമാണ്, മരം ചുറ്റി നടക്കേണ്ട പ്രായമാണ്, പ്രണയലേഖനങ്ങൾ കൈമാറേണ്ട പ്രായമാണ്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട പ്രായമല്ല എന്നാണ്. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? 18 വയസ്സാകുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ലൈംഗികമായ ചോദനകൾ ഒരിക്കലും ഉണരുകയില്ല എന്ന അഭിപ്രായം ഇവർക്കാർക്കുമില്ല. 18 വയസ്സിന് മുമ്പ് ഒരു പെൺകുട്ടി ലൈംഗിക ജീവിതം ആഗ്രഹിക്കുകയില്ല എന്ന വീക്ഷണം ഇവരാരും പങ്കുവെക്കുന്നില്ല. 18 വയസ്സിന് മുമ്പ് ഒരു പെൺകുട്ടി ലൈംഗിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൂടാ എന്നുപോലും ഇവരാരും പറയുന്നില്ല. മറിച്ച് അവർ പറയുന്നത് വിവാഹപൂർവ പ്രണയത്തിന്റെ, വിവാഹപൂർവ കാമത്തിന്റെ, വിവാഹപൂർവ രതിയുടെ,
വിവാഹപൂർവ മരം ചുറ്റി നടക്കലുകളുടെ കാലമാണ് യഥാർത്ഥത്തിൽ ആ കാലം എന്നാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വിയോജിക്കേണ്ടി വരുന്നത്. ലൈംഗികതയെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായ ചില പാഠങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈംഗികത അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശരീരത്തിൽ നിക്ഷേപിച്ച അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം ഒരു പ്രത്യേക പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ എല്ലാം ശരീരത്തിൽ സജീവമാകാൻ തുടങ്ങും. അത് സജീവമാകുന്നത് നമ്മുടെ ആരുടെയും തീരുമാനപ്രകാരമല്ല. അതെല്ലാവരുടെ ശരീരത്തിലും ഒരേ പ്രായത്തിലാകണമെന്നുമില്ല. നമ്മളെല്ലാവരും വളർന്നു വരുന്ന സാഹചര്യത്തിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ ജീവിക്കുന്ന കാലാവസ്ഥക്കും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിനുമെല്ലാം അനുസരിച്ച് നമ്മുടെ എല്ലാം ശരീരത്തിൽ ഒരു പ്രത്യേക പ്രായത്തിൽ ലൈംഗിക വികാരങ്ങൾ സജീവമായി തുടങ്ങും. ആ ലൈംഗിക വികാരങ്ങൾ സജീവമാകുന്ന സമയത്ത് ആ ലൈംഗിക വികാരങ്ങൾ എങ്ങനെ സഫലമാക്കണമെന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ലോകത്ത് പല പല ഉത്തരങ്ങളുമുണ്ട്. സഡോമി എന്ന ഉത്തരം പറയുന്നവരുണ്ട്, ലെസ്ബിയനിസം എന്ന ഉത്തരം പറയുന്നവരുണ്ട്, വ്യഭിചാരം എന്ന ഉത്തരം പറയുന്നവരുണ്ട്, സ്വയംഭോഗം എന്ന ഉത്തരം പറയുന്നവരുണ്ട്, വിവാഹം എന്ന ഉത്തരം പറയുന്നവരുമുണ്ട്. ഇവയെല്ലാം ഉത്തരങ്ങളാണ്. പക്ഷേ ഈ ഉത്തരങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് പടച്ചതമ്പുരാൻ നിക്ഷേപിച്ചിട്ടുള്ള ലൈംഗിക വികാരങ്ങളുടെ മാനവികവും പ്രകൃതിപരവുമായ സഫലീകരണത്തിനുള്ള ഒരേ ഒരു വഴി വിവാഹമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ കൃത്യമായി നാം തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ശരീരത്തിലെ ലൈംഗികാവയവങ്ങളെയും നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ വ്യവസ്ഥയെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പരിഗണിച്ചാൽ ആണും പെണ്ണും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പരസ്പരമുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് നടക്കുന്ന ലൈംഗിക ജീവിതം മാത്രമാണ് നമ്മുടെ ലൈംഗിക വികാരങ്ങളെ പൂർണ്ണമായി പ്രകൃതിപരമായ രീതിയിൽ സഫലമാക്കുക എന്ന് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. വിശേഷിച്ചും സ്ത്രീകളുടെ ലൈംഗികമായ അവകാശങ്ങൾ. ആണിന്റെ ലൈംഗിക പ്രകൃതത്തെ പോലെയല്ല പെണ്ണിന്റെ ലൈംഗിക പ്രകൃതം. സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗിക പ്രകൃതങ്ങൾ തമ്മിൽ വളരെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. പുരുഷന്റെ ലൈംഗിക പ്രകൃതം പോലെ തന്നെയാണ് സ്ത്രീയുടെയും ലൈംഗിക പ്രകൃതം എന്ന് ആർക്കും വേണമെങ്കിൽ എഴുതാം, ആർക്കും വേണമെങ്കിൽ പ്രസംഗിക്കാം. പക്ഷേ പെണ്ണിന്റെ ജീവശാസ്ത്രം അറിയുന്ന ഒരാൾ, പെണ്ണിന്റെ ശരീരശാസ്ത്രം അറിയുന്ന ഒരാൾ, പെണ്ണിന്റെ മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാൾ, പെണ്ണിന്റെ തലച്ചോറിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. ആണിന്റെ ലൈംഗിക പ്രകൃതത്തിൽ നിന്ന് 100% വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ പെണ്ണിന്റെ ലൈംഗിക പ്രകൃതം. അവളുടെ മനസ്സും ശരീരവുമെല്ലാം പുരുഷന്റേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ലൈംഗിക ജീവിതത്തിൽ അവൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്ന് പറയുന്നത് പുരുഷന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. നമുക്കെല്ലാം അറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ശരീരം കിട്ടിയത് കൊണ്ട് അവളുടെ ലൈംഗിക വികാരങ്ങൾ സഫലമാവുകയില്ല. പെണ്ണിന്റെ മനസ്സിനെ കുറിച്ച് പഠിച്ചവർക്കറിയാം, എന്നെ ഞാനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുരുഷൻ സ്നേഹിക്കുന്നു എന്നും അയാൾ എന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നും അയാളുടെ മനസ്സിനകത്ത് എന്നോട് അനുകമ്പയുണ്ട് എന്നും അയാൾ ജീവിതത്തിൽ മുഴുവൻ എനിക്ക് തണലായി നിൽക്കുമെന്നും ഒരു പെണ്ണിന്റെ മനസ്സിൽ ആത്മവിശ്വാസമുള്ള ഒരു പുരുഷന്റെ ശരീരത്തിനു മാത്രമേ ഒരു പെണ്ണിന്റെ ലൈംഗിക വികാരങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ സഫലമാക്കാൻ കഴിയൂ. അവളുടെ മനസ്സിന് ശാന്തി പകരാൻ കഴിയൂ. അവൾക്ക് അവളുടെ അവകാശങ്ങൾ പൂർണ്ണമായി വകവെച്ച് നൽകപ്പെടുന്ന ഒരു രതി ജീവിതത്തിലേക്ക് അയാളുടെ കൂടെ മാത്രമേ പ്രവേശിക്കുവാൻ കഴിയൂ. ലൈംഗികതയുടെ ശരീരശാസ്ത്രം വിശദമായി പറയേണ്ട ഒരു സദസ്സോ സന്ദർഭമോ അല്ല ഇത്. ലൈംഗിക ബന്ധത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഏതാനും സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ മാത്രമാണ്. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തോടുകൂടി അവളുടെ അനുഭവങ്ങൾ ആരംഭിക്കുകയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തോടുകൂടി അയാളുടെ അനുഭവങ്ങൾ അവസാനിക്കുമ്പോൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ ആരംഭിക്കുകയാണ്. അവളുടെ ഗർഭാശയത്തിൽ പുരുഷന്റെ ബീജമെത്തി അവളുടെ ഗർഭാശയത്തിലുള്ള അണ്ഡവുമായി സംയോജിച്ച് അവിടെ ഒരു ഭ്രൂണമുണ്ടായി. ആ ഭ്രൂണം കോശവിഭജനം നടത്തി അത് ആ ഭ്രൂണം വളർന്നൊരു കുഞ്ഞായി മാറുകയാണ്. 10 മാസത്തോളം പെണ്ണ് അവശതകൾ സഹിച്ച് ഗർഭം ചുമക്കേണ്ടി വരുന്നു. 10 മാസം തികയുമ്പോൾ പെണ്ണ് പ്രസവിക്കേണ്ടി വരുന്നു. പ്രസവത്തിന് ശേഷം അവൾക്ക് മുലയൂട്ടേണ്ടി വരുന്നു. മുലയൂട്ടിക്കഴിഞ്ഞ ശേഷം ആ മുലയൂട്ടലിന് 2 വർഷത്തോളം വരുന്ന കാലഘട്ടത്തിന് ശേഷം അവൾക്ക് പരിലാളനകൾ നൽകി, പരിരക്ഷകൾ നൽകി കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കേണ്ടി വരുന്നു. ഇത് പെണ്ണിന് മാത്രമുള്ള അനുഭവമാണ്. അപ്പോഴെല്ലാം പുരുഷൻ എവിടെയാണ്? അപ്പോഴെല്ലാം ആണെവിടെയാണ്?
അയാൾ ഇവിടെയൊന്നും ചിത്രത്തിലില്ല. ശരീരശാസ്ത്രപരമായി ചിത്രത്തിലില്ല, ജീവശാസ്ത്രപരമായി അയാൾ ചിത്രത്തിലേ ഇല്ല. നടന്നു കഴിഞ്ഞൊരു ലൈംഗിക ബന്ധത്തിന്റെ ഓർമ്മകൾ പോലുമില്ലാതെ ആ പുരുഷൻ എവിടെയെങ്കിലും ജീവിക്കാൻ കഴിയുമെങ്കിൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ അനുഭവങ്ങളിലൂടെ ഒരനുഭവത്തിന് ശേഷം മറ്റൊരു അനുഭവത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീ. ഇവിടെയാണ് വിവാഹമാണ് പ്രകൃതിപരമായ സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ലൈംഗിക ജീവിതത്തിന്റെ ഒരേ ഒരു വഴി എന്ന് പറയേണ്ടി വരുന്നത്. കാരണം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഗർഭം ധരിക്കുന്ന സമയത്ത്, അവൾ 10 മാസം കുഞ്ഞിനെ ചുമക്കുന്ന സമയത്ത്, അവൾ പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത്, അവൾ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയത്ത്, അവൾ കുഞ്ഞിനെ താലോലിക്കുന്ന സമയത്ത് അവൾക്ക് താങ്ങായി, അവൾക്ക് തണലായി, അവൾക്ക് കരുത്തായി, അവൾക്ക് പിൻബലമായി നിൽക്കാൻ അവളുമായി ലൈംഗിക വീഴ്ച നടത്തിയ പുരുഷൻ കൂടെയുണ്ടാകണമെന്നത് യഥാർത്ഥത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്ന വളരെ ലളിതമായൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തന്നെ യഥാർത്ഥത്തിൽ വിവാഹം മാത്രമാണ് പെൺലൈംഗികതയോട് നീതി ചെയ്യുന്ന ഒരേയൊരു രതിജീവിതം എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിവിടെയും അവസാനിക്കുന്നതല്ല. വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണിത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ലഭിക്കേണ്ട സംരക്ഷണമുണ്ട്, ആ കുഞ്ഞിന് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ശ്രദ്ധയുണ്ട്, ആ കുഞ്ഞിന് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും കരുണയുമുണ്ട്. അവിടെ മാതാവിനും പിതാവിനും കൃത്യമായ പങ്കുണ്ട്. ഈ പങ്ക് നിർവഹിക്കപ്പെടണമെങ്കിൽ പുതുതായി ഭൂമിയിലേക്ക് പിറന്നു വീണൊരു കുഞ്ഞ് പരിപൂർണമായ മാനസികാരോഗ്യത്തോടുകൂടി വളരണമെങ്കിൽ വിവാഹമെന്ന സ്ഥാപനത്തിന്റെ തണലിൽ നടക്കുന്ന ലൈംഗിക ബന്ധത്തിൽ മാത്രമേ അത്തരം കുഞ്ഞുങ്ങൾക്ക് പിറക്കാൻ കഴിയൂ, അത്തരം കുഞ്ഞുങ്ങൾക്ക് വളരാൻ കഴിയൂ. വിവാഹത്തിന് പുറത്ത് നടക്കുന്ന ഏത് തരം ലൈംഗിക ബന്ധമായാലും അതുവഴിയുണ്ടാകുന്ന ആ കുഞ്ഞുങ്ങൾ വളരുക മാതാപിതാക്കളുടെ യാതൊരു സംരക്ഷണവും ഇല്ലാതെയായിരിക്കുമെന്ന്, അവരിൽ നിന്ന് ലഭിക്കേണ്ട മാനസികമായ ഒരുവിധ പരിലാളനയും ലഭിക്കാതെയായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് വിഷയത്തിന്റെ മർമ്മമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ് നമ്മുടെ പുരോഗമനവാദികളുടെ അസുഖം എന്താണ് എന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ പുരോഗമനവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, നമ്മുടെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ, ഇവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അതിശക്തമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആളുകൾ, അവർ പറയുന്നത് 18 വയസ്സിന് മുമ്പ് വേണമെങ്കിൽ ലൈംഗിക ജീവിതമാകാം, 21 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരു പുരുഷന് ലൈംഗിക ജീവിതമാകാം, എന്നാൽ അതൊരിക്കലും വിവാഹത്തിലൂടെ ആയിക്കൂടാ എന്നാണ്. വിവാഹത്തിനു മുമ്പ് ഏത് തരത്തിലുള്ള ലൈംഗിക ജീവിതവും ലൈംഗിക ആസ്വാദനങ്ങളും ആണിനും പെണ്ണിനും വേണമെങ്കിൽ ആകാമെന്നും അതൊരിക്കലും വിവാഹത്തിലൂടെ ആയിക്കൂടാ എന്നുമുള്ള ഷാഢ്യമാണ് ഇവർ വെച്ചു പുലർത്തുന്നത്. ഈ ഷാഢ്യം ഒരു മനോഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. വിവാഹം ഒരു ദുരന്തമാണ് എന്ന മനോഭാവം, ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം, ജീവിതത്തിൽ സംഭവിക്കാനുള്ളൊരു ദുരന്തം, ആ ദുരന്തം പരമാവധി നീട്ടിവെക്കുക എന്ന പ്രത്യേകമായൊരു കാഴ്ചപ്പാടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ വിവാഹപ്രായത്തോടല്ല, മറിച്ച് വിവാഹത്തോടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകളെ വിമർശിക്കുന്നവർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിവാഹം തന്നെ വേണ്ടതില്ല എന്ന്, വിവാഹം തന്നെ പാടില്ല എന്ന്, വിവാഹം തന്നെ ആവശ്യമില്ല എന്ന് പറയാൻ കേരളീയ സമൂഹത്തിന്റെ പൊതുവായ അന്തരീക്ഷം ഇപ്പോഴും പാകപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് വിവാഹപ്രായത്തോടെ ഏറ്റുമുട്ടി തങ്ങളുടെ അരിശം തൽക്കാലം അവർ തീർക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഇവരോടെല്ലാവരോടുമായി കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് സ്നേഹത്തോട് പറയാനുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്നു പറയണം. നമ്മൾ പുറത്തേക്ക് കാണുന്നത് വലിയൊരു മഞ്ഞുമലയുടെ മുകളിലെ തലപ്പ് മാത്രമാണ്. അതല്ല നമുക്ക് കാണേണ്ടത് കടലിനടിയിൽ എന്തൊളിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇവിടെ മുസ്ലിം സംഘടനകളോട് കേവലം വിവാഹപ്രായത്തിന്റെ വ്യാജമായ പുകമറയുണ്ടാക്കി ഏറ്റുമുട്ടുന്നതിന് പകരം വിവാഹം ശരിയല്ല എന്ന്, കുടുംബം ആവശ്യമില്ല എന്ന്, വിവാഹത്തിന് പുറത്തുള്ള സ്വതന്ത്രമായ ലൈംഗിക ബന്ധങ്ങളാണ് ലോകത്ത് നടക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം തുറന്നു പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് കാണിക്കണം. ആ ചങ്കൂറ്റം കാണിക്കാൻ നിങ്ങൾ സന്നദ്ധമാകുമ്പോൾ നിങ്ങളുമായി സംവാദത്തിന് മുസ്ലിം സംഘടനകൾ സന്നദ്ധമാണ്. വിവാഹമാണോ പെൺലൈംഗികതയ്ക്ക് ആവശ്യമെന്ന്, വിവാഹമാണോ പെൺലൈംഗികതയ്ക്ക് തണലെന്ന്, അതല്ല വിവാഹത്തിന് പുറത്തുള്ള സ്വതന്ത്രമായ ലൈംഗിക ബന്ധങ്ങളാണോ ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗികാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന വിഷയം ചർച്ച ചെയ്യുവാനുള്ള സന്നദ്ധത കേരളത്തിലെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളും പണ്ഡിതന്മാരുമെല്ലാം അറിയിച്ചിട്ടും ആ വിഷയത്തിൽ നിന്ന് വളരെ കൃത്യമായി ഒഴിഞ്ഞു മാറുന്ന ഒരു ദുരവസ്ഥയാണ് നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഒരു പ്രശ്നത്തെ അപഗ്രഥിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത്
കഴിഞ്ഞ ഏതാനും മാസക്കാലങ്ങളായി ഉപയോഗിക്കപ്പെട്ട കുറെ പദങ്ങളുണ്ട്. വിവാഹപ്രായ വിവാദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെട്ട പദങ്ങൾ. ഈ പദങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയൊന്നും ആകാശത്ത് നിന്ന് പൊട്ടി വീണ പദങ്ങളല്ല. അവയൊന്നും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത പദങ്ങളുമല്ല. മറിച്ച് ആ പദങ്ങൾ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും കടന്നു വന്ന പദങ്ങളാണ്. ആ പദങ്ങൾക്ക് കൃത്യമായൊരു ചരിത്രമുണ്ട്. ആ പദങ്ങൾക്ക് കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. ആ പദങ്ങൾ കടമെടുക്കപ്പെട്ട പദങ്ങളാണ്. ആ പദങ്ങൾ എവിടെ നിന്ന് കടമെടുത്തു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിവാഹപ്രായ വിവാദത്തിന്റെ മറവിൽ നടക്കുന്ന മുസ്ലിം വിരുദ്ധ ഉത്സവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ സാംസ്കാരിക കുരിശുയുദ്ധം എത്രത്തോളം അപകടകരമായ വേരുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മളെല്ലാവരും മാർക്സിസത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക വീക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആംഗൽസിന്റെ വളരെ പ്രസിദ്ധമായൊരു കൃതി മാർക്സിസവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മുഴുവൻ ആവർത്തിച്ചുന്നയിക്കപ്പെടാറുള്ളതാണ്. ദി ഒറിജിൻ ഓഫ് ഫാമിലി, സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന പുസ്തകം. കുടുംബത്തിന്റെയും സ്വകാര്യ സ്വത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഉത്ഭവം എന്ന പ്രബന്ധം. ഈ പ്രബന്ധം മാർക്സിസ്റ്റ് സാഹിത്യങ്ങളുടെ കൂട്ടത്തിൽ അടിസ്ഥാനപരമായ പ്രാധാന്യമുള്ള പ്രാമാണികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രബന്ധമാണ്. ആംഗൽസിന്റെ പ്രതിഭയുടെ സ്പർശം വളരെ കൃത്യമായി കാണാൻ കഴിയുന്ന പ്രബന്ധം. ആ പ്രബന്ധത്തിൽ ആംഗൽസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ആംഗൽസ് പറയുന്നത് എന്താണ് കുടുംബം? കുടുംബം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോഴെന്താണ് വിവാഹം? സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള സ്ഥാപനത്തിന്റെ നിർമ്മിതിക്കു വേണ്ടി ബൂർഷ്വാ ചൂഷക വർഗം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ആശയം മാത്രമാണ് വിവാഹം എന്ന് ആംഗൽസ് വിശദീകരിക്കുന്നു. അത് വിശദീകരിച്ച ശേഷം ആംഗൽസ് വളരെ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആംഗൽസ് ജീവിക്കുന്നത് മുതലാളിത്തത്തിന്റെ ആരംഭ കാലഘട്ടത്തിലാണ്. വ്യവസായ വിപ്ലവത്തിന് ശേഷം യൂറോപ്പിൽ മുഴുവൻ വലിയ വ്യവസായശാലകൾ ഉണ്ടാവുകയും ആ വ്യവസായശാലകളിൽ മുഴുവൻ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും മുതലാളിമാരും തൊഴിലാളികളുമായി യൂറോപ്പിലെ സമൂഹം വിഭജിക്കപ്പെടുകയും ചെയ്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മുതലാളിമാരുടെ കയ്യിൽ പണം കുമിഞ്ഞുകൂടുന്നു എന്നും തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ അനുവദിക്കപ്പെടുന്നില്ല എന്നും ആ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടാൻ വേണ്ടി മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള വർഗസംഘടന നടക്കേണ്ടതുണ്ട് എന്നുമെല്ലാം സിദ്ധാന്തിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മാർക്സും ആംഗൽസും കടന്നു വരുന്നത്. അന്ന് ആംഗൽസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആംഗൽസ് പറഞ്ഞു, കുടുംബം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സ്ഥാപനമാണ്. എന്തുകൊണ്ട്? പിതാവിൽ നിന്ന് മക്കളിലേക്കാണ് സ്വത്ത് പോവുക. കുടുംബം നിലനിൽക്കുന്നത് അനന്തരാവകാശ നിയമങ്ങൾ പ്രായോഗികമാക്കാൻ വേണ്ടിയാണ്. അനന്തരാവകാശ നിയമങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? പിതാവിന്റെ സ്വകാര്യ സ്വത്ത് മകന്റെ സ്വകാര്യ സ്വത്തായി മാറാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ സ്വകാര്യ സ്വത്ത് ഒരാളിൽ നിന്ന് കൈമാറി അടുത്തയാളിലേക്ക് പോയി അത് എപ്പോഴും ഒരു കുടുംബത്തിന്റെ കൈവശം തന്നെ സൂക്ഷിക്കപ്പെടാൻ വേണ്ടി വികസിപ്പിക്കപ്പെട്ട ഒരാശയമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് ആംഗൽസ് പറഞ്ഞു. എന്നിട്ട് ആംഗൽസ് പറഞ്ഞു, ആ കുടുംബത്തിൽ പെണ്ണ് രണ്ടാം തരക്കാരിയാണ്. വിവാഹിതയാകുന്നതോടുകൂടി ഒരു പെണ്ണിന്റെ അവകാശങ്ങൾ അസ്തമിക്കുകയാണ്. അവളുടെ സ്വതന്ത്ര ജീവിതത്തിന് തിരശ്ശീല വീഴുകയാണ്. അവളുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമുണ്ടാവുകയാണ്. ആംഗൽസ് അത് വളരെ കൃത്യമായി വിശദീകരിച്ചു. ആംഗൽസ് പറഞ്ഞു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ, കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ പെണ്ണിന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. എന്താണ് ഉത്തരവാദിത്തം? അവൾക്ക് ഗർഭം ധരിക്കേണ്ടി വരും, അവൾക്ക് പ്രസവിക്കേണ്ടി വരും, അവൾക്ക് കുഞ്ഞിനെ മുലയൂട്ടേണ്ടി വരും, കുഞ്ഞിനെ പരിലാളിക്കേണ്ടി വരും. ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഫാക്ടറിയിലേക്ക് പോകാൻ കഴിയില്ല, അവർക്ക് തൊഴിലെടുക്കാൻ കഴിയില്ല, അവർക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ അതേസമയം പുരുഷൻ അതേസമയം ഫാക്ടറിയിലേക്ക് പോകുന്നു, പുരുഷൻ തൊഴിലെടുക്കുന്നു. ആ തൊഴിലെടുക്കുന്ന പുരുഷന്റെ കയ്യിലേക്ക് പണം വരുന്നു. ആ പണമുള്ള പുരുഷൻ പെണ്ണിന്റെ മുകളിൽ അധീശത്വം സ്ഥാപിക്കുന്നു. ഇതാണ് കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്ന് ആംഗൽസ് പറഞ്ഞു. എന്നിട്ട് ഈ ആംഗൽസ് അന്ന് ലോകത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള സ്ത്രീകളോട് മുഴുവനുമായി നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ആംഗൽസ് പറഞ്ഞത്, കാലം മാറിയിരിക്കുന്നു. വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്, മുതലാളിത്തത്തിന്റെ കടന്നുവരവ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്. കാരണം മുമ്പ് കാലത്ത് കായികമായി വലിയ അധ്വാനങ്ങൾ ആവശ്യമുള്ള ജോലികളിലൂടെയാണ് പുരുഷൻ പണം സമ്പാദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അധ്വാനത്തിന്റെ ആവശ്യം കുറഞ്ഞിരിക്കുന്നു. യന്ത്രങ്ങൾ ആ സ്ഥാനം കൈയടക്കിയിരിക്കുന്നു. യന്ത്രങ്ങളായതുകൊണ്ട് പെണ്ണിനും വേണമെങ്കിൽ പണിയെടുക്കാൻ കഴിയും. അവൾ പ്രസവിക്കരുത് എന്നും മുലയൂട്ടരുത് എന്നും ഗർഭം ധരിക്കരുത് എന്നും തീരുമാനിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ ശരീരത്തിന് വരുന്ന ഇത്തരത്തിലുള്ള അവശതകളിൽ നിന്ന് ബോധപൂർവം രക്ഷപ്പെട്ടുകൊണ്ട് ഫാക്ടറിയിൽ പോയി പണിയെടുത്ത് പണമുണ്ടാക്കാൻ പെണ്ണ് സന്നദ്ധമാവുകയാണെങ്കിൽ 1 നൂറ്റാണ്ട് കാലം കൊണ്ട് പുരുഷനും പെണ്ണും ആണും പെണ്ണും തുല്യമായി കഴിയുന്ന ഒരു ലോക സൃഷ്ടിക്രമം, ഒരു ലോക സാമൂഹ്യാവസ്ഥ ലോകത്തുണ്ടാക്കാൻ കഴിയുമെന്ന് ആംഗൽസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് പെണ്ണിനെ സംബന്ധിച്ചൊരു വീക്ഷണമാണ്. ഈ വീക്ഷണത്തെ
കുറിച്ച് വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹോമോ സാപ്പിയൻസിനെ കുറിച്ചല്ല, ഹോമോ എക്കണോമിക്കസിനെ കുറിച്ചാണ് ആംഗൽസും മാർക്സും പറഞ്ഞത് എന്ന് പലരും വളരെ പരിഹാസാത്മകമായി സൂചിപ്പിച്ചത്. മനുഷ്യനെ കേവലം ഒരു സാമ്പത്തിക ജീവിയായി മാത്രം കാണുന്ന, കേവലം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യന്റെ മൂല്യം നിർണ്ണയിക്കുന്ന പ്രത്യേകമായൊരു ലോകവീക്ഷണമാണിത് എന്ന് സൂചിപ്പിക്കപ്പെട്ടത്. അത് വളരെ ശരിയാണ് താനും. പെണ്ണിന് പണമില്ലാത്തത് കൊണ്ട് അവൾക്ക് വിലയില്ല എന്നും അവൾ പണമുണ്ടാക്കാൻ പോകണമെന്നും പണമുണ്ടാക്കാൻ പോകാൻ വേണ്ടി അവൾ ഗർഭധാരണത്തിൽ നിന്നും പ്രസവത്തിൽ നിന്നും മുലയൂട്ടലിൽ നിന്നും പിന്തിരിയണമെന്നും ആംഗൽ സൂചിപ്പിച്ചു. അതാണ് വിമോചനത്തിന്റെ വഴിയെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ആംഗൽസിന്റെ ഒരു വീക്ഷണത്തിൽ സ്ത്രീ അപ്പോൾ ആരാണ്? സ്ത്രീ എന്ന് പറയുന്നത് പണമുണ്ടാക്കേണ്ടവളാണ്. ആ പണമുണ്ടാക്കാൻ വേണ്ടി അവൾക്ക് എന്തൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു? അവളുടെ ലൈംഗിക ജീവിതം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. അവളുടെ ശരീരത്തിന്റെ ആഹ്ലാദകരമായ അനുഭൂതികളിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കേണ്ടി വരുന്നു. അവൾക്ക് പടച്ചതമ്പുരാൻ നൽകിയ ഗർഭം ധരിക്കാനുള്ള സുന്ദരമായ അവസരത്തിൽ നിന്ന് അവൾക്ക് മാറി നിൽക്കേണ്ടി വരുന്നു. പ്രസവിക്കുക എന്ന് പറയുന്ന ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ നിമിഷത്തിൽ നിന്ന് കേവലം ചില നോട്ടുകെട്ടുകൾക്ക് വേണ്ടി അവൾക്ക് മാറി നിൽക്കേണ്ടി വരുന്നു. കുഞ്ഞിനെ മുലയൂട്ടുക എന്ന ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവത്തിൽ നിന്ന് പണമുണ്ടാക്കാൻ വേണ്ടി ഒരു പെണ്ണിന് മാറി നിൽക്കേണ്ടി വരുന്നു. കുഞ്ഞിനെ താലോലിക്കുക എന്ന അവരുടെ ശരീരത്തിലെ ഹോർമോൺ വ്യവസ്ഥ, അവരുടെ ശരീരത്തോട് ആവശ്യപ്പെടുന്ന ഏറെ ആഹ്ലാദകരമായ, ഏത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ സന്തോഷകരമായ ഒരു അനുഭവത്തിൽ നിന്ന് പണമുണ്ടാക്കാൻ വേണ്ടി ഒരു പെണ്ണിന് മാറി നിൽക്കേണ്ടി വരുന്നു. മറുവശത്ത് പുരുഷനോ, അയാളും പണമുണ്ടാക്കണമെന്ന് ആംഗൽസ് പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഫാക്ടറിയിലേക്ക് പോകാൻ ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല. അയാൾക്ക് പണമുണ്ടാക്കാൻ അയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായ അനുഭവങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നില്ല. പടച്ചതമ്പുരാൻ അയാളുടെ ശരീരത്തിന് നൽകിയ മുഴുവൻ ലൈംഗികമായ അനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് അയാൾ പണമുണ്ടാക്കുമ്പോൾ പെണ്ണ് പണമുണ്ടാക്കാൻ വേണ്ടി ലൈംഗിക ജീവിതം 100% കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. ഇതാണ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്. ഈ സ്ത്രീ പുരുഷ സമത്വത്തെയാണ് ഇസ്ലാം ചോദ്യം ചെയ്യുന്നത്. ഇസ്ലാം പറയുന്നത് പെണ്ണിന് പണമുണ്ടാക്കാം, പെണ്ണിന് തൊഴിലിന് പോകണമെങ്കിൽ തൊഴിലിന് പോകാം, പെണ്ണിന് പഠിക്കണമെങ്കിൽ പെണ്ണിന് പഠിക്കാം, ആണിന് പഠിക്കാൻ കഴിയുന്നത് പോലെ, ആൺ തൊഴിൽ ചെയ്യുന്നത് പോലെ. പക്ഷേ അതിനുവേണ്ടി അവളോട് അവളുടെ ലൈംഗിക ജീവിതത്തെ കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കരുത്. അവൾക്ക് അവളുടെ ലൈംഗികാവകാശങ്ങൾ പൂർണ്ണമായി വകവെച്ച് നൽകപ്പെടണം. അവൾക്ക് നീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുണ്ടാകും, 10 മാസം ഗർഭം ചുമക്കേണ്ടി വരും, ആ സമയം നിനക്ക് തൊഴിലിന് പോകാൻ കഴിയില്ല, അതുകൊണ്ട് നീ ഗർഭം ചുമക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ലൈംഗിക ജീവിതത്തെ ചുരുക്കിക്കളയാൻ നിങ്ങൾ സന്നദ്ധമാകരുത്. മറിച്ച് പുരുഷ, അവളെ പോറ്റേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്. ആ സമയത്ത് അവൾക്ക് തണലാകേണ്ടത് നീയാണ്. നീ പോയി പണിയെടുത്ത് പണമുണ്ടാക്കണമെന്ന് പറയുകയല്ല, മറിച്ച് അവളുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ ചോദനകൾ സഫലീകരിക്കുവാനുള്ള അവസരം അവൾക്ക് നൽകി അവളുടെ കൂടെ താങ്ങും തണലും പിൻബലവും കരുത്തുമായി നിൽക്കുവാനുള്ള കാരുണ്യവും അനുകമ്പയും നിന്നിൽ നിന്നുണ്ടാകണം വിവാഹത്തിലൂടെ എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ഞാൻ വിശദമായി സംസാരിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നാണ് ഈ ആശയങ്ങൾ കടന്നു വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ മാർക്സിന്റെ മാത്രം ആശയമല്ല. നമുക്കെല്ലാം അറിയാം, മുതലാളിത്തത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മാർക്സ് ആണ്. എന്താണ് മുതലാളിത്തം എന്ന് മാർക്സ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.